കണ്ണൂർ വളപട്ടണത്തെ വൻ സ്വർണ്ണ കവർച്ച 30 പവനും 1 കോടി രൂപയുമാണ് കണ്ണൂരിൽ വളപട്ടണത്തിൽ നിന്ന് കവർച്ച പോയത്. അതിന്റെ പ്രതിയെ തേടിയുള്ള വലിയ അന്വേഷണത്തിലായിരുന്നു. മംഗലാപുരം വരെ വ്യാപിപ്പിച്ച് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച കൃത്യമായ ആസൂത്രിതമായ അന്വേഷണത്തിലൂടെ പോലീസ് പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതി ഈ കളവ് നടത്തിയ ആളുടെ വീടിനടുത്തു തന്നെ ഉള്ള ആളാണ്. അതായത് അഷ്റഫിന്റെ വീടിനടുത്ത് അയൽവാസിയായ ലിജീഷാണ് പ്രതി എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് സന്തോഷമുണ്ട് വിശദാംശങ്ങളുമായി. സന്തോഷ്, നമ്മൾ സാധാരണ പറയാറുണ്ട് കള്ളൻ കപ്പലിൽ തന്നെ, ഇത് കള്ളൻ അയൽപ്പക്കത്ത് തന്നെയുണ്ട്. ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് ലഭിക്കുന്ന വിശദാംശങ്ങൾ. എത്രത്തോളം പ്ലാൻഡ് ആയിരിക്കുമല്ലേ? കാരണം തൊട്ടടുത്ത അയൽവാസിയുടെ വീട്ടിൽ നിന്നും ഇത്രയും വലിയൊരു കവർച്ച നടത്തുന്നു, അത് ഒളിപ്പിച്ചു വെക്കുന്നു. അത് ഒളിപ്പിച്ചു വെക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ അയാളുടെ വീട്ടിനകത്ത് തന്നെ ഉണ്ടാക്കി വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം പ്ലാൻഡ് ആണ് ഈ ഒരു കവർച്ചയ്ക്ക്? കേരള പോലീസിന് മറ്റൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വൻ കവർച്ച കേരളം അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കവർച്ച നടന്നു. അതിൻ്റെ പ്രതിയെ ഒരാഴ്ചക്കകം തന്നെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സമർത്ഥമായിട്ടുള്ള അന്വേഷണത്തിലൂടെയാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. കാരണം ഈ ഏറ്റവും പ്രധാനമായും ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മോഷണം നടന്ന വീടിൻ്റെ തൊട്ട് അയൽപക്കത്ത് തന്നെ താമസക്കാരനായ ലിജീഷിനെ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ മോഷണം നടന്ന അഷ്റഫിൻ്റെ വീടിൻ്റെ തൊട്ട് അയൽവാസിയാണ് ഈ ലിജീഷ് എന്ന് പറയുന്നത്. ലിജീഷ് നേരത്തെ പ്രവാസിയായിരുന്നു, പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ഇപ്പോൾ വെൽഡിംഗ് ജോലികൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്കർ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൈദഗ്ധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ പോലീസ് ഔദ്യോഗികമായി തന്നെ ഈ പ്രതിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിടും എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഇന്നലെ വൈകുന്നേരം മുതൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. അങ്ങനെ ഈ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. മാത്രമല്ല, 1 വർഷം മുൻപ് കീച്ചേരിയിൽ നടന്ന മറ്റൊരു മോഷണവും ഒരു കവർച്ചയും കൂടി ഈ പ്രതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ചോദ്യം ചെയ്യലിൽ അന്ന് 11 പവനോളമാണ് ആ വീട്ടിൽ നിന്നും പോയത്. കീച്ചേരിയിലും സമാനമായ രീതിയിൽ തന്നെ ആളില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണം നടത്തുകയായിരുന്നു. ഈ പ്രതി മോഷണം നടത്തിയതിന് ശേഷം ഈ പണവും സ്വർണവുമെല്ലാം സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് അതൊരു കട്ടിലിനടിയിൽ ഒരു പ്രത്യേക അറ തയ്യാറാക്കി അതിൽ സൂക്ഷിക്കുകയായിരുന്നു. പോലീസ് ഈ സ്വർണവും പണവും പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിയിട്ടുണ്ട്. 1.25 കോടി രൂപയും അതോടൊപ്പം തന്നെ 300 പവനുമാണ് പ്രതി ഈ വീട്ടിൽ കട്ടിലിനടിയിൽ പ്രത്യേകം അറയുണ്ടാക്കി അതിൽ സൂക്ഷിച്ചു വച്ചത്. തൊണ്ടിമുതലെല്ലാം തന്നെ പോലീസ് ഇതിനകം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ പോലീസ് പറയുന്ന ഒരു കാര്യം, വീടുമായി അടുത്ത ബന്ധമുള്ള നന്നായി അറിയാവുന്ന ആളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്ന് പോലീസ് തുടക്കം മുതൽക്ക് തന്നെ പറയുന്നുണ്ട്. കാരണം ഈ വീട് കുത്തി തുറന്ന രീതി, അതോടൊപ്പം തന്നെ മോഷണം നടത്തിയ ദിവസങ്ങളുടെ പ്രത്യേകത, ഇതെല്ലാം അറിയുന്ന ഒരാൾ, അതായത് അഷ്റഫും കുടുംബവും വിവാഹത്തിന് പോകുന്ന കാര്യം, അത് എല്ലാം വളരെ കൃത്യമായി അറിയുന്ന ആളാണ് മോഷണം നടത്തിയത്, കവർച്ച നടത്തിയതെന്ന് പോലീസ് തുടക്കം മുതൽക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയായിരുന്നു സംശയമുള്ളവരെ ചിലർ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തത്. അതിനായി മൊബൈൽ ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങളും ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ ലിജീഷിന്റെ ഫോൺ ഈ മോഷണം നടന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുകയും അതിലൊരു സംശയത്തിന്റെ നിഴലിൽ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും വളരെ കേരള പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയാണ് വീണ്ടും ഇപ്പോൾ തെളിയുന്നത്. കാരണം ദിവസങ്ങൾക്കുള്ളിൽ ഈ മോഷണ വിവരം പുറത്തു വന്ന് ഒരാഴ്ചക്കകം പ്രതിയെ പിടികൂടുക എന്നുള്ളത് ഏറ്റവും സമർത്ഥമായ അന്വേഷണത്തിലൂടെ പോലീസ് വീണ്ടും കേരള പോലീസ് ഒരു മികവ് തെളിയിച്ചിരിക്കുകയാണ്. ഏതായാലും പ്രതിയെ അല്പസമയത്തിനകം തന്നെ ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം കോടതിയിൽ ഹാജരാക്കും എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. 2 തവണ ഈ പ്രതി വീട്ടിൽ മോഷണത്തിനായി കയറിയിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ, ഒരു CCTV ദൃശ്യമുണ്ട്, നമ്മൾ ഉൾപ്പെടെ കൊടുക്കുന്ന പുറത്തു വന്നിട്ടുള്ള CCTV ദൃശ്യം. അതായത് പ്രതി ഈ വീടിനകത്ത് നിന്ന് മോഷണം നടത്തി മടങ്ങുന്ന ഒരു CCTV ദൃശ്യമാണ് പോലീസിന് ആകെ പ്രധാന തെളിവായി ലഭിച്ചത്. എന്നാൽ അതിൽ മുഖം ഉൾപ്പെടെ വ്യക്തമല്ലാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാത്ത പ്രശ്നമുണ്ട്. പക്ഷേ വസ്ത്രവും അതിൻ്റെ കളറും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. ആ ടീഷർട്ട്, ആ CCTVയിലുള്ള ദൃശ്യത്തിൽ ഉള്ള ടീഷർട്ട് ധരിച്ചാണ് പ്രതി എത്തിയത് എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ വിവരം പുറത്തു വന്നതിന് ശേഷം, അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു, ആ ടീഷർട്ട് ഉൾപ്പെടെ പ്രതി കത്തിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള
ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണമാണ് ഇപ്പോൾ ഒരു കവർച്ചയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഈ സന്തോഷം, അതായത് നേരത്തെ തന്നെ പ്രതിയെ കുറിച്ചുള്ള ഹിന്റുകളെല്ലാം ക്ലൂകളെല്ലാം തന്നെ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഈ ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതൊന്ന് സ്ഥിരീകരിക്കാനുള്ള അന്വേഷണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നത്. തീർച്ചയായും പോലീസിന് വളരെ തുടക്കം മുതൽക്ക് തന്നെ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് ഈ വീടിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന അഷ്റഫിൻ്റെ കുടുംബത്തെ അറിയുന്ന ആൾ തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിലുള്ളത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. സ്വാഭാവികമായും അങ്ങനെയുള്ള ആളുകളുടെ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു. അതായത് അയൽവാസികളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു. ഈ അഷ്റഫിൻ്റെ ബന്ധുക്കളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയും അവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. അഷ്റഫിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരെയും വീട്ടുജോലിക്കാരെയും പോലീസ് അവരിൽ നിന്ന് ഉൾപ്പെടെ മൊഴിയെടുത്തു. അങ്ങനെ അടുത്ത ബന്ധമുള്ള ആളുകളെ അക്കാര്യത്തിൽ പോലീസിനൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതായത് ഏതോ ഒരു അടുത്ത ബന്ധമുള്ള ആളാണ് ഈ മോഷണത്തിന് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നില്ല. ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് തുടർന്ന് അങ്ങോട്ടുള്ള അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിയത്. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തത്, അതായത് CCTV ദൃശ്യങ്ങളിലെ ചിത്രം വ്യക്തമല്ലാത്തത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്ന് CCTV ശേഖരിച്ചെങ്കിലും അതിലൊന്നും തന്നെ ഈ പ്രതിയുടെ ചിത്രം മറ്റ് CCTVകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രദേശം അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള എവിടെയെല്ലാം CCTV ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു ദൃശ്യം, അതായത് ഈ വീട്ടിൽ നിന്നും മോഷണം നടത്തി പുറത്തേക്ക് ഇറങ്ങുന്നതല്ല, അത് ജനൽ മോഷണത്തിന് അകത്ത് കയറിയതിന് ശേഷം ജനൽ അടക്കുന്ന ഒരു ദൃശ്യമാണ്. അത് പുറത്തുള്ള ഒരു CCTVയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീടുള്ള അന്വേഷണം നടന്നത്. പിന്നീട് ഫോൺ രേഖകൾ, അതായത് ഈ പ്രദേശത്ത് ആ സമയത്ത് ഉള്ള ആളുകളുടെ, അയൽവാസികളുടെയും സംശയമുള്ള ആളുകളുടെയും എല്ലാം തന്നെ ഫോൺ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ പോലീസ് ഈ ലിജീഷിൻ്റെ ഫോണ് മോഷണം നടന്ന സമയം സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കുകയും ചെയ്തത്. മാത്രമല്ല ഈ ദിവസങ്ങളിലെല്ലാം ലിജീഷ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്കും പോയിട്ടില്ല. അവിടെ തന്നെ ഒരു സംശയം ഉണ്ടാക്കാത്ത വിധം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ മോഷണം നടന്ന സമയത്ത് അവിടെ അന്ന് കവർച്ചയുടെ വിവരമറിഞ്ഞ് ആളുകളും മാധ്യമപ്രവർത്തകരും എല്ലാം തന്നെ തടിച്ചുകൂടിയ സമയത്തും ലിജീഷ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട കൊടുക്കാത്ത വിധമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ പോലീസിൻ്റെ ഈ അന്വേഷണ മികവിന് മുന്നിൽ പ്രതി ഒടുവിൽ പിടിയിലാവുകയായിരുന്നു. ആദ്യം കുറ്റം സമ്മതിക്കാനും പ്രതി തയ്യാറായിരുന്നില്ല. പക്ഷേ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ, പഴുതടച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നത്. അതോടൊപ്പം തന്നെയാണ് ഒരു വർഷം മുൻപ് കീച്ചേരിയിൽ നടന്നിട്ടുള്ള സമാനമായ മറ്റൊരു കവർച്ചാ കേസും ഇയാൾ തന്നെയാണ്, ലിജീഷ് തന്നെയാണ് പ്രതി എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നത്. അന്നും ആളില്ലാത്ത വീട് കുത്തി തുറന്ന് സ്വർണം കവർന്ന 11 പവനോളം സ്വർണമാണ് കവർന്നത്. അതും ലിജീഷാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. ശരി, സന്തോഷാണ് സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കണ്ണൂർ വളപട്ടണത്തെ കവർച്ചാ കേസ് വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണ മികവിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാകുകയാണ് കണ്ണൂർ വളപട്ടണത്തെ ഈ കവർച്ചാ കേസ്. 300 പവനും 1 കോടി രൂപയുമാണ് കവർച്ച പോയത്. കേരളം ഈ അടുത്തിടെ കണ്ട ഏറ്റവും വലിയ കവർച്ച. അതിൽ കൃത്യമായി തന്നെ അന്വേഷണം, പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞു. പ്രതി കുറ്റം സമ്മതിച്ചതായി സന്തോഷ് റിപ്പോർട്ട് ചെയ്യുന്നു. അല്പസമയത്തിനകം തന്നെ അവിടെ SP-യുടെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളുമായി ഈ കാര്യങ്ങൾ ഏത് രീതിയിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്, പ്രതിയുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എങ്ങനെയായിരുന്നു, ഏത് രീതിയിലാണ് കവർച്ച പ്രതി നടത്തിയത്, മറ്റൊരു കവർച്ചാ കേസ് കൂടെ തെളിയുന്ന ഒരു സാഹചര്യം കൂടി, കൂടുതൽ അന്വേഷണം, അത്രത്തോളം പഴുതടച്ച അന്വേഷണമാണ്. സമഗ്രമായ പരിശോധനകളെല്ലാം നടത്തി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് ഇപ്പോൾ ആ പ്രതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് സന്തോഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.